സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നുറുക്കുഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നുറുക്കുഗോതമ്പ് വെച്ചിട്ട് 2-3 റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. ഇത് അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റിന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതേപോലെ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. ഫ്രൈങ് പാനിലേക്ക് നേരിട്ട് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് റെഡി ആക്കിയിരിക്കുന്ന വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേരൊക്കെ എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന്. അവർ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ആ പറഞ്ഞേക്കണ ആ അളവിൽ നിന്ന് അതിൻ്റെ പകുതി അളവ് എടുത്തിട്ടാണ് അവർ കേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ കേക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ കേക്ക് ശരിയായിട്ട് വരുള്ളൂ. പ്രത്യേകിച്ച് കേക്ക്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകും. പക്ഷെ കേക്ക് അങ്ങനെ ശരിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം. അതേപോലെ കേക്ക് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ നുറുക്കുഗോതമ്പ് കൊണ്ടുള്ള സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇതിനാണ് മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുത്താലും മതി. അപ്പോൾ ഈ നുറുക്കുഗോതമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നോക്കിയേ, ഈ നുറുക്കുഗോതമ്പ് ഭയങ്കര ചെറിയ തരിയായിട്ടുള്ള നുറുക്കുഗോതമ്പാണ്. വലിയ തരിയായിട്ടുള്ള നുറുക്കുഗോതമ്പായിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ 1 മണിക്കൂർ വെള്ളത്തിലിടാം. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ നുറുക്കുഗോതമ്പ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ തരിയുള്ള നുറുക്കുഗോതമ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇനി ഒന്നും കൂടി കുതിരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 മണിക്കൂർ നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് കുതിരാനുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളാണ്ട് കളയുമ്പോൾ നമ്മുടെ ഈ നുറുക്കുഗോതമ്പിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഇതെല്ലാം വെള്ളത്തിൽ അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് വെള്ളത്തിൽ വെക്കാം, അത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ആ വെള്ളം കൂടിയിട്ട് ആ നുറുക്കുഗോതമ്പാണ്ട് വലിച്ചെടുത്തു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ തരിയുള്ള നുറുക്കുഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ ചെറിയ തരിയുള്ള നുറുക്കുഗോതമ്പ് ആയതുകൊണ്ടാണ് നമുക്ക് 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഇപ്പോൾ ഒരു പകുതിയായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ വലിയ തരിയുള്ള നുറുക്കുഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം. എനിക്ക് നമ്മുടെ നുറുക്കുഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 1 മണിക്കൂറാണ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം ഗോതമ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കട്ടെ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മസാല നമുക്ക് റെഡിയാക്കാം. നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കോൺ ഉണ്ടല്ലോ, ഫ്രഷ് ആയിട്ടുള്ള കോൺ ഉണ്ടല്ലോ, കോൺ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ ചേർക്കുക. പിന്നെ നട്ട്സ് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കണില്ല. പെട്ടെന്ന് വേവണ വെജിറ്റബിൾസ് ആയിരിക്കണം ചേർക്കേണ്ടത്. ബീൻസ് ഉണ്ടല്ലോ, ബീൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട്, എല്ലാവരും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ എപ്പോഴും ചേർക്കുന്നത് ക്യാരറ്റും പിന്നെ ബീൻസും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കോണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണും, അത് 3 ചേർക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഇതേപോലെ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ അതേ ഇത്രയ്ക്ക് സബോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സബോളയുടെ പകുതി, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അതേ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരുപാട് ചേർക്കരുത്. ഇതാ നോക്കിക്കേ, ഒരു ചെറിയൊരു തക്കാളിയുടെ ഒരു പകുതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ചതച്ചെടുത്തേക്കണ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം.
ക്യാരറ്റും ചേർക്കാം. ക്യാരറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഇനി നിങ്ങൾ വല്ല വെജിറ്റബിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബീൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. അപ്പോൾ ബീൻസൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം. കോൺ ചേർക്കണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വളർന്ന് വരട്ടെ. ക്യാരറ്റൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ക്യാരറ്റിനൊന്നും അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ നമ്മളിനി മൂടി വയ്ക്കണില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റൊക്കെ ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ പോലെ വരും. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക. മൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും എന്താ പറയുക, ഈ ക്യാരറ്റൊക്കെ ആണ്ട് ഒരുപാട് വെന്ത് പോകും. ക്യാരറ്റൊക്കെ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരും. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നോക്കിയേ, ഇതേ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, ഈ തക്കാളി ചേർക്കാം. തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഇതിനൂടെ പെട്ടെന്നാണ്ട് വെന്തോളും. അതേപോലെ ഒരു കുഞ്ഞു കഷ്ണം തക്കാളിയും കൂടിയിട്ട് ചേർക്കാം. ഒരു കുഞ്ഞൊരു പുളി, ഒരുപാട് പുളിയല്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിക്ക് പകരമായിട്ട് നമ്മൾ ഇതിനൊരു മിക്സിങ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കുഴച്ചിട്ട് എടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുക. ഇനിയും ഇത് മൂടി വയ്ക്കേണ്ടത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം. തക്കാളി ആയിരുന്നാലും പെട്ടെന്ന് വെന്ത് നമ്മൾ സോഫ്റ്റായിട്ട് വന്നോളും. നമ്മുടെ തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാനുണ്ട്. അതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. നിങ്ങളടുത്ത് മല്ലിയില ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തിലും കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നുറുക്കുഗോതമ്പുണ്ടല്ലോ, നുറുക്കുഗോതമ്പ് ഇതിലേക്ക് ചേർക്കാം. ഫസ്റ്റ് നമ്മൾ അരയ്ക്കാണ്ട് വെച്ചേക്കണ നുറുക്കുഗോതമ്പുണ്ടല്ലോ, ഇത് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കണ നുറുക്കുഗോതമ്പുണ്ടല്ലോ, അതും കൂടിയിട്ട് ചേർക്കണം. ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടിയിട്ട് ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്നതും കൂടിയിട്ട് ചേർക്കാം. ഇതും കൂടിയിട്ടാണ് ചേർക്കുക. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രീം പോലെ ഉണ്ടാവും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നോക്കുക, അതുമ്പോൾ കുതിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. കുറേ സമയമൊന്നും എടുക്കില്ല വേവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ അധികം മസാലയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സും കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഇതേപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുക. ഒരു 3 പ്രാവശ്യം കയ്യിലെടുത്തിട്ട് അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. തീ കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് ഇതാണ്ട് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് ചെറിയ ആവിയിൽ ഇരുന്നിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. നോക്കിക്കേ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മിക്സിങ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടായാൽ മതി. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളവും തെളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല, കൈമ ആകെ ഒട്ടി പിടിക്കും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ ഫസ്റ്റ് മുട്ടയിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ എടുക്കണം. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് കുറച്ച് മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി എടുത്തിട്ട് ഭയങ്കര ടൈറ്റായിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് വെള്ളം പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ മുട്ടയായിട്ട് എടുക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. ഓരോന്നായിട്ട് എടുക്കുക.
ഫസ്റ്റ് നമ്മുടെ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഇടാം. അപ്പോൾ മുട്ടയ്ക്ക് പകരം മൈദയാണ് എടുക്കണേന്ന് വെച്ചാൽ മൈദ ആയിരുന്നാലും ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ എടുക്കണം. ഇതിലേക്ക് ഇടാം. കുറച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മുട്ടയിൽ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടിയിട്ട് ഇതിന് കോട്ടിങ് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ കോട്ടിങ് കൊടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം വരെയൊക്കെ കേടുവരാണ്ടിരിക്കും. കറണ്ട് പോകാത്ത ഫ്രിഡ്ജൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മോയ്സ്ചറൊക്കെ ആയിട്ട് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഫ്രീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടിങ് കൊടുക്കാണ്ട് നമ്മുടെ മിക്സിംഗ് ഉണ്ടല്ലോ, മിക്സിംഗ് റെഡി ആക്കിയിട്ട് ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾ വെച്ചോ. പക്ഷേ ഈ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൊടുക്കരുത്. ഫ്രിഡ്ജിലാണ് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രീസറിലാണ് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. പിന്നെ സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കില്ല, അതേപോലെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വയ്ക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൊടുക്കുമ്പോഴായിരുന്നാലും എല്ലായിടത്തും കോട്ടിങ് ശരിക്കും പിടിക്കണം കേട്ടോ. പിന്നെ ഞാൻ വേവിച്ചിട്ട് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടുമ്പോൾ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാം. വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയും കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നമ്മുടെ പലഹാരം. ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കും, ഉള്ളിൽ ഇതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് അരച്ചിട്ട് ചേർത്തണ്ടായില്ലേ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഞാനത് കഴിച്ചോട്ടെ. പുറത്ത് കോട്ടിങ് വന്നു കഴിയുമ്പം അങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പം നല്ല സോഫ്റ്റായിട്ട് വാരിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് പോണ പോലെ ഇരിക്കുന്നത്.